എന്തൊക്കെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സമൂഹത്തെ, പ്രത്യേകിച്ച് പുതിയ ജനറേഷനെ 2000-ന് ശേഷം നമ്മൾ ആ തലമുറയ്ക്ക് ഒരുപാട് ഓമനപ്പേരുകൾ നൽകിയിട്ടുണ്ട്. അതിഭീകരമായ രീതിയിൽ പിടിമുറുക്കിയിട്ടുണ്ട് ലഹരി. ഞാൻ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം, അത് പ്രഖ്യാപിച്ചതിന് ശേഷം ചില പ്രദേശങ്ങളിലൊക്കെ സംഘടനാ യോഗങ്ങളിലും ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുത്തപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ അത്യധികം സങ്കടകരമായ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. ഞാനിത് ഈ വലിയ സദസ്സിന് മുമ്പിലും പറയുകയാണ്. ഒരു SHO അദ്ദേഹത്തിന് ഈ കാലയളവിൽ ഇടയിൽ തൂഫാൻ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരെയും കൊണ്ട് ഒരു വാഹനത്തിൽ ഈ ചെറുപ്പക്കാരനെ വീടന്വേഷിച്ചെത്തുമ്പോൾ ആ വീട്ടിലൊരു വൻ ജനാവലി, ധാരാളം വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. അയൽപക്കത്തൊരു കടയിൽ അന്വേഷിച്ചപ്പോൾ ആ വീട്ടിലെ കാരണവർ, ഗൃഹനാഥൻ്റെ ഉപ്പ, ഇവരെ അന്വേഷിച്ചു പോയ ചെറുപ്പക്കാരൻ്റെ വല്ലിപ്പ മരണപ്പെട്ടിരിക്കുന്നു. ആ ജനാസ മയ്യത്തവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ അവർ കാത്തുനിന്നു. അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നിട്ട് തൻ്റെ 19-കാരനായ മരണപ്പെട്ട ആ സഹോദരൻ്റെ പേരക്കുട്ടി, 19-കാരനായ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുത്ത് പോരുന്ന രംഗം അദ്ദേഹം പറയുന്നുണ്ട്. കുടുംബത്തിലൊരാൾ മരണപ്പെട്ടിട്ട് ആ മയ്യത്തിറക്കി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ സങ്കടത്തിൻ്റെ 10 മടങ്ങായിരുന്നു ആ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും മുഖത്ത് പ്രതിഫലിച്ചത്. രക്തം വാർന്നു പോയ പോലെയായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയും ബാപ്പയുമൊക്കെ കണ്ണീർ വാർത്തുകൊണ്ട് പോലീസ് ഓഫീസർമാരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നത്. വേറിട്ട, ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമ്മൾ വിലയിരുത്തരുത്. തലമുറ ഇങ്ങനെ വഴിമാറി സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അന്വേഷിച്ചാൽ അവരുടെ മനസ്സുകളിൽ നിന്ന് പടച്ച തമ്പുരാനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്തകനെ കുറഞ്ഞു വരുന്നതാണ്. നമ്മളൊക്കെയും വഴിമാറി സഞ്ചരിക്കുന്നതിന് കാരണമാകുന്നത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളെ കൂടി ചേർത്ത് നിർത്താൻ ആവശ്യമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ജീവിത രീതിയാവണം. നാളെ പടച്ച തമ്പുരാൻ കോടതിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമെന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂര. നമ്മളെക്കുറിച്ചൊക്കെയാണോ ആ വർത്തമാനം ഉണ്ടാവുക എന്ന് ഭയപ്പെടേണ്ടതാണ്. വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചതുകൊണ്ട്, മാറ്റി നിർത്തിയത് കൊണ്ടാണ് പ്രവാചകൻ്റെ ഉമ്മത്തിന് പതിതമായ അവസ്ഥകൾ ഉണ്ടാവുക. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ തുഫാനിലൊന്നും പിടിക്കപ്പെടുന്ന ആളുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ ഈ മതം ലഹരിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് പകർന്നു നൽകുന്നിടത്ത് തലമുറകൾക്ക് എന്തൊക്കെയോ കൈമോശം വന്നു പോയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം ഒത്തുചേരലുകൾ നമുക്ക് പുതിയ കുറേ അറിവുകൾ നൽകുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ചുമതലകൾ ഏറ്റെടുക്കാൻ വൈമനസ്യം കാണിക്കാതെ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതൊക്കെയും നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ നമുക്ക് നിമിത്തമായി തീരുന്ന കാര്യങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്കാവുന്നത് പ്രവർത്തിച്ചു മുന്നേറുക. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിനും അതിൻ്റെ വ്യാപനത്തിനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നാളെ ഏറെ പ്രതിഫലം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾ കണ്ണികളായില്ലെങ്കിൽ, അതിൻ്റെ പഠിതാക്കളും അതിൻ്റെ പ്രചാരകരും ഒക്കെയായി മാറിയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ഒരുപാട് സമയം നമ്മൾ വിചാരണയ്ക്ക് നിന്നു കൊടുക്കേണ്ടി വരും. ആ ഒരു തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇത്തരം സംഗമങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു പോകാൻ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈകിയ വേളയിൽ എല്ലാവിധ ആശംസകളും വെളിച്ചത്തിൻ്റെ സംസ്ഥാന സമിതിക്കും അതുപോലെ ISMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഈ 22ാമത് സംഗമത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച പാലക്കാട് ജില്ലയുടെ സ്വാഗത സംഘം ഭാരവാഹികൾക്കും നൽകുകയാണ്. വേദിയിൽ നേരത്തെ സ്വാഗതം പറഞ്ഞ വ്യക്തികൾ കൂടാതെ ബഹുമാന്യരായ കുറേ വ്യക്തിത്വങ്ങളുണ്ട്. സൗദി നാഷണൽ കമ്മിറ്റിയുടെ സമാദരണീയനായ സെക്രട്ടറി സലീം സാഹിബുണ്ട്. അതേപോലെ ജമാൽ സാഹിബ് നാഷണൽ കമ്മിറ്റിയുടെ ട്രഷറർ ജമാൽ സാഹിബുണ്ട്.
എൻ്റെ സഹപ്രവർത്തകൻ ISMൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സദസ്സിലും വേദിയിലുമായുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഇതോടൊപ്പം തന്നെ വെളിച്ചത്തിൻ്റെ സമ്മാനങ്ങൾ നൽകുന്നതോടുകൂടി സൗദി തലത്തിൽ വെളിച്ചം എന്ന പേരിൽ തന്നെ നടത്തിയ ചില മത്സര പരിപാടികളിലെ വിജയികൾക്ക് കൂടി നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് കൂടി സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. വിജയികളായ മുഴുവൻ ആളുകളെയും അഡ്വാൻസായി തന്നെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.